നമസ്കാരം. ബന്ദുരുകയാണ് തമിഴകവും തമിഴക രാഷ്ട്രീയവും. അതിന് പ്രധാന കാരണം TVK ചിന്നദളപതിയാണ്. തമിഴക രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും ആവേശമുള്ള സാന്നിധ്യം. പക്ഷേ തമിഴക രാഷ്ട്രീയത്തിൽ എത്രത്തോളം വിജയത്തിലെത്താൻ വിജയിന് കഴിയും എന്നുള്ളത് ഇപ്പോൾ രാഷ്ട്രീയ ഉപശാലകളിൽ ചർച്ചാ വിഷയമാണ്. തമിഴകത്തിൽ സിനിമയിൽ നിന്നെത്തി രാഷ്ട്രീയത്തിൽ ആദ്യം വിജയിച്ചത് MGR ആണ്. തുടർന്ന് ജയലളിതയും. വൻ വിജയമായിരുന്നു ഇരുവരുടെയും രാഷ്ട്രീയ പ്രവേശനം. ആ രാഷ്ട്രീയ പ്രവേശനത്തിന് താങ്ങും തണലുമായത് സിനിമ തന്നെയായിരുന്നു. എന്നാൽ തുടർന്ന് വന്ന വിജയകാന്ത് ആദ്യമൊക്കെ വെറും 3% വോട്ടിൽ ഒതുങ്ങിയിട്ട് 8%, 10% വരെ എത്തി ചെറിയ തിളക്കങ്ങളൊക്കെ കാണിച്ച് പുറത്തുപോയി. പിന്നാലെ വന്നത് കമലഹാസനാണ്. വളരെ ആവേശത്തിരയിളക്കി വളരെ പ്രതീക്ഷയോടുകൂടി വന്ന കമലഹാസന് എന്നാൽ 4% താഴെ വോട്ട് നേടാൻ മാത്രമേ തമിഴകത്ത് സാധിച്ചു. ഇപ്പോൾ വളരെ വലിയ പിന്തുണയോടുകൂടി ജനപിന്തുണയോടുകൂടി എത്തുന്നു ജോസഫ് വിജയ് എന്ന വിജയ്. ഇവിടെ ഈ പിന്തുണ എത്ര ശതമാനം വോട്ടാക്കി മാറ്റാൻ കഴിയും? വിജയിക്കാൻ കഴിയുമോ? വിജയ് പിടിക്കുന്ന വോട്ടുകൾ തമിഴക രാഷ്ട്രീയത്തിലെ മുടിചൂടാ മന്നന്മാരായ AIDMKയും DMKയും എത്രത്തോളം ബാധിക്കും? അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റുമോ? ഒരു തുടർ ഭരണത്തിന് ആഗ്രഹിച്ച് മുന്നേറുന്ന DMKയ്ക്ക് ഇതെത്രത്തോളം തിരിച്ചടിയാകും? അധികാരത്തിലേറാൻ വെമ്പി നിൽക്കുന്ന DMKയെ സംബന്ധിച്ച് വിജയ് പിടിക്കുന്ന വോട്ടുകൾ എത്രത്തോളം ദോഷം ചെയ്യും? ഇതിനൊക്കെ കണക്ക് പറയാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. അതുവരെ കാത്തിരിക്കുകയേ നിവർത്തിയുള്ളൂ. കാരണം വിജയിനെ സംബന്ധിച്ച് തമിഴക രാഷ്ട്രീയത്തിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് കാണാനിരിക്കുന്നേയുള്ളൂ. സ്റ്റാലിൻ നയിക്കുന്ന DMK സഖ്യത്തെയും എടപ്പാടി പളനിസ്വാമി നയിക്കുന്ന AIDMK NDA സഖ്യത്തെയും വെല്ലുവിളിക്കാൻ വിജയിനെ കൊണ്ടാകുമോ എന്നുള്ള ചോദ്യം പരക്കെ ഉയരുന്നുണ്ട്. പക്ഷേ വിജയിന്റെ റാലികളിൽ നിരക്ക് ജനമാണ് കാണുന്നത്. ആവേശ തിരയിളക്കം പോലെ ജനത്തിന്റെ കൂട്ടമാണ് കാണുന്നത്. പക്ഷേ റാലികളിൽ എത്തുന്നവർ നടനെ കാണാനാണ്, താരത്തെ കാണാനാണ് എത്തുന്നതെന്നും ഈ എത്തുന്ന ജനങ്ങളിൽ പകുതിയോളം 18 വയസ്സ് പോലും തികയാത്തവരും കൊച്ചു കുട്ടികളുമാണ് എന്നുള്ളതാണ് എതിർ പാർട്ടികളുടെ പരിഹാസം. ഞങ്ങൾക്ക് വോട്ട് പോകും എന്നുള്ള പേടിയില്ല, കാരണം വോട്ടിടാനുള്ള ആളുകൾ ഈ റാലിയിലില്ല എന്ന് പരിഹസിക്കുന്ന AIDMK സഖ്യത്തെയും DMKയും ഒക്കെ നമുക്ക് കാണാം. പക്ഷേ ആരും ക്ഷണിക്കാതെ യാതൊരു വിളിച്ചുകൂട്ടലുമില്ലാതെയാണ് ഈ ജനം താരഷോയ്ക്ക് മുന്നിൽ റോഡിലേക്ക് ഇറങ്ങുന്നത്. ആരും വിളിച്ചുകൂട്ടാതെ കൃത്യമായ സംഘടനാ പാഠവും പോലും ഇല്ലാതെയാണ് ഈ ജനം ഈ റോഡ് ഷോകളിൽ തടിച്ചുകൂടുന്നത്. വിജയ് എത്തിക്കഴിഞ്ഞാൽ DMKയെ കുറിച്ചുള്ള തെറ്റുകൾ, കുഴപ്പങ്ങൾ അക്കമിട്ട് നിരത്തി തമിഴ്നാടിന് TVK അധികാരത്തിൽ വന്നാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തുന്നു. തമിഴ്നാടിനെ ഡിജിറ്റൽ തലസ്ഥാനമാക്കുമെന്നുള്ള പ്രഖ്യാപനം, വ്യവസായ ഹബ്ബാക്കുമെന്നുള്ള പ്രഖ്യാപനം വിസിലടികളോടുകൂടി ജനം സ്വീകരിക്കുന്നു. അവിടെ വലിയ വിജയ പ്രതീക്ഷയാണ് വിജയനും TVKയ്ക്കുമുള്ളത്. ഈ വന്നുകൂടുന്ന ജനം വോട്ടായി മാറിയാൽ തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കാം. പക്ഷേ കൃത്യമായ സംഘടനാ സംവിധാനങ്ങളില്ല TVKയ്ക്ക്. ഏറ്റവും കുറച്ച് റോഡ് ഷോകളും ഏറ്റവും കുറവ് പ്രചരണവും നടന്ന പാർട്ടിയാണ് TVK. ഉയരുന്ന വിസിലടികളെയും വന്നുകൂടുന്ന ജനത്തെയും വോട്ടാക്കി മാറ്റാൻ കൃത്യമായ സംഘടനാ സംവിധാനങ്ങൾ വേണം. എന്നാൽ അങ്ങനെ ഒരു സംഘടനാ സംവിധാനം TVKയ്ക്ക് നിലവിലില്ല. വിജയിന് വോട്ട് ലഭിക്കും, കാരണം താരപ്രഭയുള്ളത് കൊണ്ട് തന്നെ. വിജയ് മത്സരിക്കുന്ന 2 മണ്ഡലങ്ങളിലും വിജയന് താരപ്രഭയോടുകൂടി അല്ലെങ്കിൽ അനുയായികളുടെ വോട്ട് ലഭിക്കും. പക്ഷേ കൂടെ നിൽക്കുന്ന മറ്റ് സ്ഥാനാർത്ഥികളുടെ കാര്യം എന്താകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാ മണ്ഡലങ്ങളിലും പ്രചരണത്തിനെത്താൻ TVKയ്ക്ക് കഴിഞ്ഞിട്ടില്ല, TVKയുടെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല, വിജയിന് കഴിഞ്ഞിട്ടില്ല. കരൂർ ദുരന്തം ആദ്യമുണ്ടാക്കിയ ഞെട്ടലിൽ നിന്നും മോചിതമാവാൻ TVKയ്ക്ക് ആഴ്ചകൾ വേണ്ടി വന്നു. ആ സംഭവത്തോടുകൂടി മാളത്തിൽ ഒളിച്ച വിജയിന് പുറത്തിറങ്ങാൻ ആഴ്ചകൾ തന്നെ വേണ്ടി വന്നു. തുടർന്ന് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായ ചെറുപ്പുകൾ വിജയിന് പ്രശ്നമായി. പക്ഷേ പിന്നീട് ഇപ്പോൾ വരുന്ന റോഡ് ഷോകൾ പോലും റദ്ദാക്കുകയാണ്, എത്തിച്ചേരാൻ കഴിയാത്ത വിധത്തിൽ, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട്.
അതുകൊണ്ട് തന്നെ ശരിയായ സംഘടനാ സംവിധാനം നയിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ TVKയ്ക്ക് വിജയം ഉറപ്പിക്കാനൊന്നും കഴിയാത്ത അവസ്ഥയാണ്. പക്ഷേ തമിഴക രാഷ്ട്രീയം ഭീഷണിയിലാണ് TVK മൂലം. TVK പിടിക്കുന്ന വോട്ടുകൾ ബാധിക്കുന്നത് DMK ആണോ AIDMK സഖ്യത്തെയാണോ എന്നുള്ള കാര്യം അവർക്ക് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇരു മുന്നണികളുടെയും മുഖ്യ ശത്രുവായി TVK മാറുന്നു. പ്രാദേശിക തലത്തിലൊന്നും TVKയ്ക്ക് ശരിയായ സംഘടനാ സംവിധാനങ്ങൾ നിലവിലില്ല. എങ്കിലും തങ്ങൾ ജയിക്കും എന്ന് തന്നെയാണ് വിജയന്റെ അവകാശവാദം. 25% മുതൽ 35% വരെ വോട്ട് നേടി ഞങ്ങൾ ഭരണത്തിലേറും എന്ന് TVK വാദിക്കുമ്പോൾ അത് 10% താഴെയായിരിക്കും എന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ കണക്കുകൂട്ടുന്നു. ഒരുപക്ഷെ അത് 4%-ഓ 3% വരെയോ എത്തിയാൽ പോലും അതിശയിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലെ സംസാരം. വിജയ് മത്സരിക്കുന്ന 2 മണ്ഡലങ്ങളിൽ ഒന്നായ തിരുച്ചിറപ്പള്ളിയിൽ DMKയും AIDMKയും ശക്തരാണ്. വെറും 6% മാത്രമാണ് ഇവർ തമ്മിലുള്ള വോട്ട് വ്യത്യാസം. അതിനിടയിൽ കൂടി വിജയിന് ഉയർന്നു വരാൻ കഴിയുമോ, 35-40% വോട്ട് നേടി ഉയർന്നു വരാൻ കഴിയുമോ എന്നുള്ള സംശയം എല്ലാവർക്കുമുണ്ട്. തിരുച്ചിറപ്പള്ളിയിൽ വിജയ് പ്രതീക്ഷിക്കുന്ന വോട്ടിംഗ് ശതമാനം 40-ന് മുകളിലാണ്. പക്ഷേ രാഷ്ട്രീയ സർവേയിൽ പ്രവചനങ്ങൾ അത് 15%-ൽ ഒതുക്കുന്നു. എന്തായാലും കൃത്യമായ പ്രവചനങ്ങൾ നടത്താൻ DMKയ്ക്കോ AIDMKയ്ക്കോ കഴിയുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, നേരത്തെ പറഞ്ഞത് തന്നെ വിജയ് പിടിക്കുന്ന വോട്ടുകളായിരിക്കും വരും ദിവസങ്ങളിൽ തമിഴക രാഷ്ട്രീയത്തിന്റെ വിജയ പരാജയങ്ങൾ നിർണ്ണയിക്കുന്നത്. അത് എങ്ങോട്ട് പോകും എന്നുള്ളത് റിസൾട്ട് വരുമ്പോൾ മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.